ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ. പൊങ്കാല സമർപ്പണത്തിന് ഇനി 2 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്തവണ കൂടുതൽ ആളുകൾ പൊങ്കാല സമർപ്പിക്കാൻ തലസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ 6ാം ഉത്സവം പിന്നിടുമ്പോഴും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നേദിക്കാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. പൊങ്കാല സമർപ്പിക്കാനായി പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കഴിഞ്ഞു. ഞാൻ 20-25 വർഷമായിട്ട് പൊങ്കാല ഇടുന്നു. എല്ലാ വർഷവും കൊറോണയ്ക്കൊന്നും വന്നിട്ടില്ല. കൊറോണയ്ക്ക് പറ്റത്തില്ലല്ലോ, വന്നിട്ടില്ല. എല്ലാ വർഷവും വരും. ആരോഗ്യമുള്ളിടത്തോളം വരും. ആരോഗ്യമുള്ളിടത്തോളം എല്ലാ വർഷവും വരും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ പൊങ്കാല സമർപ്പണത്തിനായി തലസ്ഥാനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞുവെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തന്നെ പറയാം. അതായത് പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റുവട്ടമൊക്കെ ഉള്ള വൃത്തിയാക്കൽ ഇതൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞു. പിന്നെ വരുന്നത് കുത്തിയോട്ടം. കുട്ടികൾ മണക്കാട് പോകുമ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യുന്നത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കി കഴിഞ്ഞു. പന്തലൊക്കെ ഇടുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് നാളെ കഴിയും. ഞായറാഴ്ച രാവിലെ 10:30 ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. പൊങ്കാല സമർപ്പണത്തിന് 2 നാൾ ബാക്കിയുണ്ടെങ്കിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അമ്പലനടയിൽ നിന്നും സുനിൽ എംപിക്കൊപ്പം മാനസ മനോജ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.